പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദരിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗമാണ് ബദരീങ്ങൾ. അവരില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂലോകത്തൊരു നന്മയും നടക്കുമായിരുന്നില്ല എന്ന് പുണ്യ റസൂൽ പറഞ്ഞ ഹദീസ് വളരെ സുവിദിനമാണ്. അതിൻ്റെ തലേ രാത്രി പുണ്യ റസൂൽ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹൗലാഇൽ ഉസാബ ഫലൻ തുഅബദ അലാ വജ്ഹിൽ അർളി അബദ. ഈ ചെറുസംഘം നാളെ എങ്ങാനും നശിച്ചു പോയാൽ ഫലൻ തുഅബദ അലാ വജ്ഹിൽ അർളി അബദ. ഫലൻ ലൻ എന്ന വാക്കിന് തന്നെ വലിയ അർത്ഥമുണ്ട്. ഫലാ യുഅബദുല്ലാഹ് എന്നല്ല, ഫലൻ തുഅബദ നിന്നെ ആരാധിക്കപ്പെടുകയേയില്ല. അലാ വജ്ഹിൽ അർളി ഈ ഭൂമുഖത്ത് നിന്നെ ആരാധിക്കപ്പെടുകയേ ഇല്ല. പിന്നെയും പറഞ്ഞു അബദൻ, ഒരു കാലത്തും. ഈ അബദൻ എന്ന വാക്ക് ലൻ എന്ന വാക്കിൽ തന്നെ അന്തർലീനമാണ്. വീണ്ടും പറഞ്ഞു ഫലൻ തുഅബദ അലാ വജ്ഹിൽ അർളി അബദ. ഈ ഹദീസ് വളരെ സ്വഹീഹായി ഏകദേശം എല്ലാ മുഹദ്ദിസുകളും രേഖപ്പെടുത്തിയതാണ്. അത്രയേറെ ഒരു പ്രത്യേക ജനവിഭാഗമാണ് ബദരീങ്ങൾ. അങ്ങനത്തെ ഒരു സമരവുമാണ് സത്യത്തിൽ ബദറിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ബദർ സമൂഹത്തെ അനുസ്മരിക്കുക, ഏതൊരു കാര്യത്തെയും അനുസ്മരിക്കുക എന്നതിന് വലിയ ഒരു വിലയുണ്ട്. സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അനുസ്മരണമാണ് സത്യത്തിൽ ഹജ്ജ്. സയ്യിദ് ഇബ്രാഹിമിൻ്റെ അനുസ്മരണമാണ് അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കഅബയെ ശുദ്ധീകരിച്ചു വെക്കാൻ അള്ളാഹു പറഞ്ഞത് നമ്മെ അറിയിക്കുകയാണ്. തവാഫ് ചെയ്യുന്നവർക്കും സഈ ചെയ്യുന്നവർക്കും എല്ലാവർക്കും നിസ്കരിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി കഅബാലയത്തെ അപ്പോൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നാൽ ഇബ്രാഹിമിയത്തിന്റെ അനുസ്മരണമാണ്. സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാം അവരാണ് പരിശുദ്ധ കഅബാലയത്തെ പുനർനിർമ്മിച്ചത്. സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് രണ്ട് മഖാമുകളുണ്ട്. ഒന്ന് ജസദിന്റെ മഖാമും ഒന്ന് അസറിന്റെ മഖാമും. ജസദിന്റെ മഖാം എന്ന് പറയുന്നത് മസ്ജിദുൽ ഖലീലിന്റെ ഉള്ളിലാണ്. ഞാനിത് കണ്ടിട്ടുണ്ട് പലതവണ. ഹിബ്രോണിൽ അല്ലെങ്കിൽ ഖലീൽ കുന്നിന്റെ മുകൾ ഭാഗത്ത് സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാം പണിതെടുത്ത പള്ളിയുടെ ഉള്ളിലാണ് സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജസദിന്റെ മഖാം. അവിടുത്തെ ശരീരം ആ പള്ളിക്കുള്ളിലാണ് കിടക്കുന്നത്. അവിടുത്തെ സഹധർമ്മിണിയായ സാറ റളിയല്ലാഹു അൻഹായും തൻ്റെ പൊന്നുമകനായ സയ്യിദ്ന ഇസ്ഹാഖും അലൈഹിസ്സലാം, അവരുടെ ഭാര്യയായ റിഫ്ഖായും, അവരുടെ രണ്ടാളുടെയും റളിയല്ലാഹു അൻഹ പൊന്നുമോനായ സയ്യിദ് യാഖൂബും അലൈഹിസ്സലാം, അവരുടെ ഭാര്യയായ ലയ്യ ബീവിയും, അവരുടെ പൊന്നുമോനായ സയ്യിദ് യൂസുഫും അലൈഹിസ്സലാം നൈൽ നദിയിലായിരുന്നു യൂസുഫ് നബിയെ അടക്കം ചെയ്തിരുന്നത്. പിന്നീട് സയ്യിദ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കടലും കടന്നു പോയപ്പോൾ തിരിച്ചുപോയി നൈൽ നദിയിൽ നിന്ന് സയ്യിദ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഭൗതിക ശരീരം മാന്തി കൊണ്ടുവന്നു എന്നാണ് ചരിത്രം. അതെല്ലാം ആ പള്ളിയുടെ ഉള്ളിലാണ്. എന്നാൽ അതിന് പുറമെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു അസറിൻ്റെ മഖാമ് കൂടിയുണ്ട്. ഒരാളുടെ ശേഷിപ്പാണ് അയാളുടെ അസർ. സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് രണ്ട് മഖാമുകളുണ്ട്. മഖാം എന്നാൽ സാധാരണ ഉപയോഗത്തിൽ മഖാം എന്ന് പറയുക സാങ്കേതികാർത്ഥത്തിൽ ഒരു മനുഷ്യനെ, ഒരു പുണ്യപ്പെട്ട ഒരാളെ മറവ് ചെയ്യപ്പെട്ടാൽ ആ സ്ഥാനത്തിന് മഖാം എന്ന് പറയും. അവർ അവസാനമായി അവിടെ ഇരുത്തി അവരവിടെ നിന്നു, അവർ പിന്നെ അവിടെ നിലകൊണ്ടു എന്നർത്ഥത്തിൽ. സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അസറിൻ്റെ മഖാമുമുണ്ട്. وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى. ഇബ്രാഹിമിൻ്റെ മഖാമിൻ്റെ താഴെ നിങ്ങൾ നിസ്കരിക്കണം. അത് അസറിൻ്റെ മഖാം. കഅബാലയത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ല് സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അതിൻ്റെ മുകളിൽ കയറി നിന്ന് കഅബ പടുത്തു എന്നാണ്. ആ കല്ലിൻ്റെ മുകളിലാണ് സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയത്തിലേക്ക് ഹജ്ജിന് വിളിച്ചിട്ടുള്ളത്. കഅബാലയത്തിൻ്റെ മുകളിലല്ല ബാങ്ക് കൊടുത്തത്. കഅബാലയത്തിൻ്റെ മുകളിൽ ചരിത്രത്തിൽ ഒരാൾ മാത്രമേ ബാങ്ക് കൊടുത്തിട്ടുള്ളൂ. അത് നീഗ്രോ അടിമയായ സയ്യിദ് ബിലാലാണ് റളിയല്ലാഹു അൻഹു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹജ്ജിന് ബാങ്ക് കൊടുത്തത് ഈ കല്ലിൻ്റെ മുകളിലാണ്. ആ കല്ല് അപ്പോൾ അപ്പോൾ ആ കല്ലങ്ങോട്ട് ഉയർന്നു. ഭൂമുഖത്തുള്ള എല്ലാ പർവ്വതങ്ങളുടെയും അഗ്രഭാഗത്തേക്കാൾ അതിൻ്റെ ഉച്ചയെക്കാളും
ഈ കല്ലിന്റെ മുകൾ ഭാഗം ഉയരുകയും അതിന്റെ മുകളിൽ സയ്യിദ് ഇബ്രാഹിമിനെയും കൊണ്ട് അതിങ്ങനെ വളർന്നു. ഈ കല്ലിന് പല മഹത്വമുണ്ടായിരുന്നു എന്ന് ഹദീസ് ഷരീഫിൽ കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം താഴെ നിന്ന് കല്ലെടുക്കാൻ കുനിയുമ്പോൾ മകന്റെ കൈ വരെ ഈ കല്ല് താഴ്ന്നു കൊടുക്കുകയും പിന്നെ സ്വയമായി ഒരു സ്പ്രിങ് പൊങ്ങുന്നത് പോലെ പൊങ്ങി എവിടെയാണോ ഈ കല്ല് വെക്കേണ്ടത് അങ്ങോട്ട് കല്ല് വെക്കാനുള്ള ഉയരത്തിലേക്ക് ഈ കല്ല് സ്വയം ഉയർന്നു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നുമൊക്കെ കാണാം. ചരിത്രത്തിൽ കാണാം, താരീഖിൽ കാണാം, ഹദീസ് ഷരീഫിൽ കാണാം. അങ്ങനെയുള്ള മഹത്വമുള്ള കല്ലാണത്. ആ കല്ലിൽ സയ്യിദ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലിന്റെ അസർ ശേഷിച്ചു. ഇന്നും ആ അസർ കാണാൻ കഴിയും. ആ പരിശുദ്ധമായ കാലിന്റെ അസർ അവിടെയുണ്ട്. അപ്പോൾ സയ്യിദ് ഇബ്രാഹിമിൻ്റെ എന്തിനാണ് അങ്ങനെ അവരെ അസർ നിർത്തിയത്? അവിടുത്തേടേതാണ് എല്ലാം. അപ്പോൾ അവിടുത്തെ അനുസ്മരണമാണ് നിസ്കാരം എന്നത്. ഇബ്രാഹിം നബിയുടെ അനുസ്മരണമാണ്. അതുകൊണ്ടാണ് അല്ലാഹു അക്ബർ എന്നത് നിസ്കാരത്തിൽ പ്രധാനപ്പെട്ട ലഫ്ളായത്. എന്തുകൊണ്ട്? അവ്വലു മൻ തലഫള ബിഹാ ഇബ്രാഹിം. ലോക ചരിത്രത്തിൽ ആദ്യമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ആൾ ഇബ്രാഹിമാണ് അലൈഹിസ്സലാം. അതുകൊണ്ട് നിസ്കാരം ഒരു ഇബ്രാഹിമിയാണ്. നിസ്കാരത്തിന് വേണ്ടി തന്റെ കുടുംബത്തെ പൊന്നുമോനെയും കുടുംബത്തെയും മാറ്റിപ്പാർപ്പിച്ച ആളാണ്. അതിന്റെ പേരിൽ ഒരു നഷ്ടത്തിന്റെ വേദന അനുഭവിച്ച ആളുമാണ് സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു നഷ്ടത്തിന്റെ വേദന ഭാര്യയും മോനും തന്നെ മാറ്റി. എന്തിനാ മാറ്റിയത്? റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഅ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമസ് സ്വലാ. നിസ്കരിക്കാൻ വേണ്ടി 4000 കൊല്ലം മുമ്പ് തൻ്റെ കുടുംബത്തിൻ്റെ ഒരു പകുതിയെ മാറ്റി പാർപ്പിച്ചതുകൊണ്ട് ലോകാവസാനം വരെയുള്ള എല്ലാ നിസ്കാരവും ഒരു ഇബ്രാഹിമി ഓർമ്മയാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ രണ്ടാമത്തെ ഒരു മഖ്ലൂക്കിന്റെ പേര് പറയുന്നത് സയ്യിദ് ഇബ്രാഹിമാണ്. കമാ സല്ലൈത അലാ ഇബ്രാഹിം. ഒരു മഖ്ലൂക്കിന്റെ പേര് നിസ്കാരത്തിലില്ല. ഒരു മഖ്ലൂക്കിന്റെ പേരുണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബി. പിന്നെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്. പിന്നെ ഒരു മഖ്ലൂക്കിന്റെ പേര്, ബാക്കിയൊക്കെ ഖാലിഖായ റബ്ബിനോടുള്ള അഭിസംബോധനയാണ് നിസ്കാരം. ഒരൊറ്റ മഖ്ലൂക്കിന് മുഹമ്മദ് മുസ്തഫ. പിന്നെ ഒരു മഖ്ലൂക്ക് ഉണ്ടെങ്കിൽ അത് സയ്യിദിന ഇബ്രാഹിമാണ്. ഇബ്രാഹിം തുടങ്ങിയത് ഇബ്രാഹിം നബിയാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അല്ലാഹു അക്ബർ ഇബ്രാഹിമായ അനുസ്മരണമാണ്. വജ്ജഹത്തു ഇബ്രാഹിമിയ അനുസ്മരണമാണ്. എന്തുകൊണ്ട്? ലോകത്താദ്യമായി വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ എന്ന ദുആഉൽ ഇഫ്തിതാഹ് അവ്വലു മൻ തലഫള ബിഹാ അലാ വജ്ഹിൽ അർളി ഇബ്രാഹിം. അപ്പോൾ അത് ഇബ്രാഹിമി അനുസ്മരണ. നിസ്കാരം ഒരു ഇബ്രാഹിമി അനുസ്മരണ. അനുസ്മരണത്തിന് വലിയ പ്രാധാന്യമുള്ള മതമാണ് ഇസ്ലാം. ഒരിക്കൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആനിലെ ആദ്യത്തെ 5 ആയത്തുകൾ ഇറങ്ങി. പിന്നെ ലോകാവസാനം വരെ റമളാനിൽ ഒരു രാത്രി റമളാനിലെ ഒരു രാത്രിയാണ് ഖുർആനിലെ ആദ്യത്തെ 5 ആയത്തുകൾ ഇറങ്ങിയത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. അപ്പോൾ ആ അനുസ്മരണം, ആ ഒരു ഓർമ്മയുടെ, ആ ഒരു മഹത്തായ സിദ്ധിയുടെ അനുസ്മരണമാണ് കൊല്ലാക്കൊല്ലം ആവർത്തിച്ചു വരുന്ന ലൈലത്തുൽ ഖദർ. അനുസ്മരണത്തിന് ഇസ്ലാമിൽ വലിയ വിലയുണ്ട്. വലിയ മനുഷ്യർ, വലിയ നന്മകൾ, അവരൊക്കെ ചെയ്തിട്ടുള്ള നന്മകൾ അതിനെ അനുസ്മരിക്കുകയാണ്. എല്ലാം ഹജ്ജൊരു അനുസ്മരണമാണ്, നിസ്കാരം ഒരു അനുസ്മരണമാണ്, ലൈലത്തുൽ ഖദർ അനുസ്മരണം. മനസ്സിലായോ? അപ്പോൾ അതൊന്നും അനുസ്മരിക്കരുതെന്ന് പറയാൻ പാടില്ല. മുൻഗാമികളെ അനുസ്മരിക്കലാണ് ദീൻ. എനിക്ക് നന്നാവണം, എനിക്ക് ഹിദായത്ത് കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞത് സിറാത്തുൽ ലദീന, അവരുടെ ചരിത്രത്തെ അനുസ്മരിച്ച് അവരെ അനുധാവനം ചെയ്യും എന്ന നന്നാവാം എന്നാണ്. ഒരാളെ സ്മരിച്ചാലല്ലാതെ അയാളെ അനുധാവനം ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ എന്നതുപോലെ പരിശുദ്ധ ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനതയാണ് ആര്? ബദരീങ്ങൾ. അവരെ അനുസ്മരിക്കുകയാണ് നൂറ്റാണ്ടുകാലമായി മുസ്ലിങ്ങൾ. എല്ലാ റമളാന്റെ 17 അനുസ്മരിക്കും. എന്തുകൊണ്ട്? അവരില്ലെങ്കിൽ ഇന്ന് നമ്മുടെ നിസ്കാരമില്ല. ഈ ജനത നാളെ ജയിച്ചിട്ടില്ലെങ്കിൽ ഭൂമിയിൽ നിനക്ക് ആരാധിക്കപ്പെടുകയില്ലെന്ന് പുണ്യ റസൂൽ പറഞ്ഞ വാക്ക് ബുഖാരിയിലുമുണ്ട്, മുസ്ലിമിലുമുണ്ട്. അപ്പോൾ അല്ലാഹുവിനുള്ള നിസ്കാരമാണല്ലോ, ഇബാദത്താണല്ലോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ബദരീങ്ങൾ സേവനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് നിസ്കാരം ഇല്ല. ബദരീങ്ങളോട് നമുക്കൊരു കടപ്പാടുണ്ട്. നിസ്കരിക്കാൻ കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ്? ബദരീങ്ങളുള്ളതുകൊണ്ടാണ്. നിസ്കാരം ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിന് കാരണം ബദരീങ്ങളുടെ സേവനമാണ്. എന്താ റസൂൽ പറഞ്ഞത്? ഇൻ തുഹ്ലിക ഹൗലാഇൽ ഉസ്വാബ ഫലൻ തുഅബദ അലാ വജ്ഹിൽ അർളി അബദൻ. ഈ ചെറു സംഘം നാളെ നശിച്ചാൽ പിന്നെ ഈ ഭൂമിയിൽ നിനക്ക് ആരാധിക്കപ്പെടൂല. അപ്പോൾ ഈ
ഇതൊക്കെ നമ്മൾ ഇന്ന് നിസ്കരിച്ചില്ലേ? നിസ്കരിക്കാൻ കാരണക്കാരാരാ? പറ. ബദരീങ്ങളാ. മനസ്സിലാവണം മക്കളെ, ചിന്തിക്കണം. എല്ലാ തറാവിയും, എല്ലാ വിത്രവും, എല്ലാ റവാത്തിലും, എല്ലാ ഫർദ് നിസ്കാരവും ആരെ കൊണ്ടുണ്ടായതാണ്? ബദരീങ്ങളെ കൊണ്ട്. ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. പിന്നെ ഒരുപാട് യുദ്ധം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും നബി വാക്ക് പറഞ്ഞിട്ടില്ല. ഒറ്റവട്ടാണ് നബി വാക്ക് പറഞ്ഞത്. പുറത്ത് തമ്പിൽ കാവിൽ നിൽക്കുന്നു സയ്യിദുനാ സിദ്ദീഖ്, അകത്ത് പുണ്യ റസൂലിന്റെ ദുആയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബദറിന്റെ താഴ്വരയിൽ ആ കുന്നിങ്ങനെ ഇറങ്ങുന്നിടത്ത് ഹബീബിന്റെ അരീശ് കെട്ടിയിട്ടുണ്ട്. അവിടെ ചെറിയ ഒരു പുൽക്കൂടിൽ ഹബീബ് റസൂലുള്ളാഹി ഇരുന്ന് നിസ്കരിച്ച് ദുആ ചെയ്യാം. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അപ്പോൾ ചെയ്ത ഒരു ദുആ ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്താണ് ദുആ? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹൗലാഇൽ ഉസ്വാബ ഫലൻ തുഅബദ അലാ വജ്ഹിൽ അർളി അബദ. ഈ ചെറു സംഘം നാളെ നശിച്ചാൽ പിന്നെ നിനക്ക് ഇബാദത്ത് ഭൂമിയിൽ ഉണ്ടാവില്ല. ഉണ്ടാകുമെന്ന് സപ്പോസ് ഉണ്ടാകുമെന്നാണെങ്കിൽ നബി പറഞ്ഞത് കളവില്ലേ? നബി കളവ് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ബദരീങ്ങൾ തോറ്റാലും അള്ളാഹുവിന്റെ ഇബാദത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നബി പറഞ്ഞത് എന്താവും? പറേ. ബദരീങ്ങൾ തോറ്റാലും ബദരീങ്ങൾ സേവനം ചെയ്തില്ലെങ്കിലും ലോകാവസാനം വരെ അള്ളാഹിന്റെ ഇബാദത്ത് നടക്കുമെങ്കിൽ ഇവിടെ കളവ് പറഞ്ഞത് ആരാവും? പറ. നബിയാവൂലേ? എന്താ നബി പറഞ്ഞേ? നബി എന്താ പറഞ്ഞേ? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹൗലാഇൽ ഉസ്വാബ, ഈ ചെറു സംഘം എങ്ങാനും നശിച്ചാൽ ഫലൻ തുഅബദ അലാ വജ്ഹിൽ അർളി അബദൻ. ഫലൻ ബുഖാരി, മുസ്ലിം, അബൂ ദാവൂദ്, എല്ലായിടത്തും അങ്ങനെ ഹദീസ്. ഫലൻ തുഅബദ അബദൻ, അപ്പുറത്ത് ഒരു കാലത്തും പിന്നെ നിനക്ക് ആരാധിക്കപ്പെടുകയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കണം. ഈ കാരണക്കാരാരാ? പിന്നെ അവരെ അനുസ്മരിക്കുന്നതിൽ എന്താ തെറ്റ്? പഴയ കാലത്ത് പാടം കൊയ്ത് കൊണ്ടുവന്നാൽ വല്ലിപ്പാക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ദുആ ചെയ്യും. ആ പാടത്ത് കൊയ്തുകൊണ്ടെന്ന് അന്നത്തെ പുന്നെല്ല് കുത്തിയാൽ വല്ലിപ്പാക്കൊണ്ട് ദുആ ചെയ്യും. എന്തുകൊണ്ട്? ഈ പാടം നമുക്ക് കിട്ടാൻ കാരണം വല്ലിപ്പാന്റെ കഠിനാധ്വാനം. തെങ്ങും തോട്ടമുള്ള ആളുകൾ തേങ്ങട്ട് കഴിഞ്ഞാൽ അടുത്ത സാധുക്കളെ വീടുകളിലൊക്കെ ഒരു ഈരണ്ട് തേങ്ങ കൊടുക്കും. തേങ്ങ കൊടുക്കുമ്പോൾ വിളിച്ചു പറയും, ഇപ്പാക്ക് ദ്വാർക്കണേ. എന്തുകൊണ്ട്? ഒരു കാലത്ത് എവിടെയോ പോയി കൈത്തൂട്ടിൽ പോയി വെള്ളം ചുമന്നു കൊണ്ടുവന്ന് ഈ തെങ്ങിന്റെ ചെടിയെ വളർത്തിക്കൊണ്ടുവന്ന് ഈ പരുവത്തിലാക്കി അതിനെ കായ്പിക്കാവുന്ന രൂപത്തിലാക്കി മരിച്ച ആളാരാണ്? ഈ വല്ലിപ്പ. അപ്പോൾ ഏതൊരു തേങ്ങ ഇടുമ്പോഴും ഒരു അനുസ്മരണം ആർക്ക്? പറേ. വല്ലിപ്പാക്ക്. 2 തേങ്ങ ഇവിടെ, 4 തേങ്ങ അവിടെ, ഒന്ന് വല്ലിപ്പാക്ക് ദ്വാരക്കണേ. അതിനനുസ്മരണം, നന്ദിയാണ്. മല്ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ല. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവോടും നന്ദി കാണിക്കുന്നവനല്ല. ഇബ്നു മാജ عن عبد الله بن عمر رضي الله عنه قال قال رسول الله صلى الله عليه وسلم من لم يشكر الناس لم يشكر الله. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോടും നന്ദിയുള്ളവനല്ല. ജനങ്ങൾ എന്നാൽ നിന്റെ ബാപ്പയാണോ? ബാപ്പയേക്കാൾ വലിയ ആളല്ലേ ബദരീങ്ങൾ? ബാപ്പാനെ കൊണ്ട് നിസ്കാരത്തെ കെട്ടിയിട്ടില്ല, ഇബാദത്തിനെ കെട്ടിയില്ല. ബദരീങ്ങളോട് ഇബാദത്തിനെ കെട്ടിച്ചിട്ടുണ്ട്. നിനക്ക് നാളെയും ഇന്നും നാളെയും അള്ളാഹിന്റെ പൊരുത്തത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം ഇബാദത്താണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു. ഇതൊക്കെ അള്ളാഹു തല കെട്ടിച്ചത് ബദരീങ്ങളാ, നമ്മളെ ബാപ്പാന്റെ അല്ല. ബാപ്പാനെ തന്നെ അനുസ്മരിക്കണമെങ്കിൽ ബദരീങ്ങൾ എത്ര അനുസ്മരിക്കണം? അതൊക്കെ വെറും മൗഢ്യം പറയാ. മനുഷ്യൻ എഴുതിയത് മാത്രം വായിക്കരുത്. എഴുതാപ്പുറമാണ് സത്യത്തിൽ എഴുതിയതിനേക്കാൾ കൂടുതൽ. ഖുർആൻ എഴുതിയത് മാത്രം അതിൻ്റെ ലിറ്റററി മീനിങ് വാങ്ങി വായിച്ച് നടന്നാൽ മനുഷ്യൻ കഫറാവും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എഴുതിയത് 6000 ചില്ലാനും വരിക, എഴുതാപ്പുറമാണ് വായിക്കേണ്ടത്. എഴുതാത്തത് എത്രയാ? ഖുല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്ർ. അത് എഴുതാപ്പുറം, അതാ വായിക്കേണ്ടത്. എഴുതാപ്പുറം വായിക്കാത്തതാണ്, എഴുതാപ്പുറം വായിക്കാനുള്ള യോഗ്യതയില്ലാത്തതാണ് പലർക്കും വായിച്ചു പോയത്. നന്ദിയാണ്. ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ല. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവർ അള്ളാഹുവിനോടും നന്ദി കാണിക്കുകയില്ല. എങ്കിൽ ജനങ്ങൾക്ക് നമ്മളാവുന്ന ഓരോരുത്തർക്കും ഏത് ജനത്തോടും കാണിക്കുന്ന നന്ദിയേക്കാൾ ഏറ്റവും നമ്മൾ നന്ദി കാണിക്കാൻ ബാധ്യസ്ഥരായ ആളുകളാണ്. പറയാര് ബദരീങ്ങൾ. കാരണം അവരെ കൊണ്ട് നമ്മൾ ഇബാദത്താണ്. അവരിലേക്ക് ഒന്നും നടക്കൂല. പിന്നെ എത്ര സമരങ്ങൾ നടന്നു? അള്ളാഹു റസൂൽ വാക്ക് പറഞ്ഞിട്ടേ ഇല്ല. തോറ്റു
തോറ്റില്ല എന്ന രൂപത്തിൽ ഉഹദിൽ നിന്ന് തിരിച്ചുപോയി. കഴിഞ്ഞു കേട്ടോ എന്ന് നബി പറഞ്ഞിട്ടില്ല. ഒന്നും കിട്ടുന്നില്ല. അവസാനിപ്പിക്കാം. ബദരീങ്ങളോട് ബുദ്ധിയുള്ള സർവ്വ മുഅ്മിനീങ്ങൾക്കും വലിയ ബാധ്യതയുണ്ട്. നമ്മളൊരു സദസ്സിലെത്തിയാൽ എൻ്റെ വാപ്പ എന്ന് പറയും, എൻ്റെ ഉമ്മ എന്ന് പറയും. ഞാൻ തന്നെ നിങ്ങൾക്കറിയാം, ഏതൊരു പ്രസംഗം നടത്തുമ്പോഴും ആരെപ്പറ്റി പറയും? വാപ്പാനും ഉമ്മാനും. എല്ലാവരും എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യണമെന്ന് പറയാതെ എൻ്റെ പ്രസംഗം അവസാനിക്കില്ല. എങ്കിൽ അതിനേക്കാൾ ബാധ്യതയാണ് ആരോട്? ബദരീങ്ങളോട്. നമുക്ക് സ്വർഗ്ഗം ഉണ്ടാക്കി തന്നതാരാ? മക്കളെ ബദരീങ്ങളാണ്. ഇല്ലെങ്കിൽ ബാധത്തില്ലല്ലോ. ഒരു ബാങ്ക് വിളിക്കുന്നുണ്ടെങ്കിൽ കാരണക്കാർ ബദരീങ്ങളാണ് അല്ലേ? പറയാം മക്കളെ, ഒരു ബാങ്ക്, നിങ്ങൾ ചെറിയ കുട്ടികളാണ്, നിങ്ങളിത് പഠിക്കണം. എന്തിനാ ബദരീങ്ങൾ മനുഷ്യന്മാരാണ്. എല്ലാം കൂടെ എഴുതൂല, എല്ലാം കൂടെ എഴുതാൻ പറ്റൂല. അത്ര എഴുതൂ, പിന്നെ ബാക്കിയൊക്കെ കോടാനക്കോടി വരികൾ എഴുതി വെച്ചിട്ടുണ്ട് നിസ്കാരത്തിന് നിയമം. എന്നാൽ ഖുർആനിലോ 2-3 ആയത്ത്, ബാക്കിയൊക്കെ വരിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാക്കിയത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒന്നു കൊടുക്കുന്നത് ഒന്നുവിൻ്റെ കുല്ലത്ത് വെള്ളം ഇതൊന്നും എവിടെ ഇല്ല. പരമക്കളെ എവിടെ ഇല്ല? ഖുർആനിലില്ല. നിസ്കാരത്തിന്റെ നിയമങ്ങളെ കുറിച്ച് കോടിക്കണക്കായ വരികൾ ഇമാമികൾ എഴുതി വെച്ചിട്ടുണ്ട്. ഖുർആനിലാകുള്ളത് 3 വരിയാണ്. അപ്പൊ തയമ്മവും അതിന്റെ വിധവും ഉളുവും അതിന്റെ വിധവും എല്ലാം, എല്ലാ ഉളു കഴിഞ്ഞുള്ള ദുആയും അതിന് മുമ്പുള്ള വിസ്മില്ലലും എല്ലാം കൂടെ ഖുർആനിൽ കണ്ടാലേ ഞാൻ ഉളു അത് ചെയ്യൂ, ഞാനത് ചെയ്യൂ എന്ന് വാദിക്കുന്നത് മൗട്ടിയല്ലേ എന്നതുപോലെയാണ്. അത് എഴുതാപ്പുറം എഴുതിയതിൽ നിന്ന് വായിക്കാൻ കഴിയുന്നവരാണ് ഇമാമിയങ്ങൾ. അവരാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഇനി ഒരാൾക്ക് അത് അനുസ്മരിക്കണമെന്ന് തോന്നിയില്ല, അതിൽ തെറ്റൊന്നുമില്ല, ഒന്നും തെറ്റില്ല. പക്ഷേ അവർക്കെതിരാകാൻ പാടില്ല. അവരൊക്കെ നമ്മളുടെ രക്തത്തിൻ്റെ മേൽ അവരുടെ ആത്മാഭിമാനത്തോട് നമ്മുടെ ആത്മാഭിമാനത്തെ ചേർത്ത് വെക്കുമ്പോൾ മാത്രമാണ് നമ്മൾ വിജയിക്കുക. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്, ചിന്തിക്കണം. നമുക്ക് ഈ ലോകത്തെ ഏറ്റവും ബാധ്യതയുള്ള വിഭാഗമാണ് ആര്? അവരുടെ നേതാവ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നാ നതവസ്സലു ഇലൈക ബിഅഹ്ലി ബദരിൻ ബിസയ്യിദിനാ മുഹമ്മദിൻ വഅബീ ബക്കറിൻ വഉമറ വഉസ്മാന വഅലി വത്വൽഹ വസുബൈരിൻ വസഅദിൻ വസഈദ്. അതേസമയം അതിൽ ഉസ്മാൻ ബദരീങ്ങളിൽപ്പെട്ട ആളല്ല, എന്നാൽ ബദരീങ്ങളിൽപ്പെട്ട ആളാണ് മനസ്സുകൊണ്ട്. അവിടുത്തെ ഭാര്യ പുണ്യ റസൂലിൻ്റെ മകളായ റുഖിയ ബീവി റളിയല്ലാഹു അൻഹക്ക് അന്ന് കലശലായ രോഗം. ആ രോഗം കാരണം നീ ഇവിടെ നിന്നോ എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാനോട് ആര് പറഞ്ഞു? പുണ്യ റസൂൽ പറഞ്ഞു. അപ്പോൾ ബദറിലേക്ക് വന്നിട്ടില്ല. ആര്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അതേ സമയത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആരാണ്? ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. എന്തുകൊണ്ട്? കരിഞ്ഞിട്ട് മണക്കണത് മനസ്സുകൊണ്ട്. ആരോ കൂടെ ഉണ്ട്? പറ മക്കളെ. നമ്മളിന്ന് ബദരീങ്ങളെ പേരെണ്ണുമ്പോൾ അബീ ബക്കറിൻ ഉമറ ഉസ്മാന വഅലി വത്വൽഹ, ബദരീങ്ങൾ തിരിച്ചു വരുമ്പോൾ റുഖയ്യ ബീവിയുടെ മയ്യത്തിന്റെ കൂന കൂട്ടുക. ആര്? സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു മരിച്ചു. റസൂലുള്ളാഹിക്ക് നേരത്തെ അറിയും. അതുകൊണ്ടാണ് പോരണ്ടെന്ന് പറഞ്ഞത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബുൽ വഹയിയല്ലേ, അല്ലാഹു വഹയി അറിയിക്കുന്ന ആളല്ലേ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? അപ്പോൾ ഉസ്മാനും എന്തിൽപ്പെടും? ബദരീങ്ങൾ. നാം ബദറിൽ വന്നിട്ടുണ്ടോ? ഇല്ല, ബദർ വന്നിട്ടില്ല. മനസ്സിലായോ? അവരൊക്കെ ചെയ്ത സേവനങ്ങൾ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും അവരൊക്കെ ചെയ്ത സേവനങ്ങൾ വളരെ വലുതാണ്. അവരെ സമർപ്പിച്ചു അല്ലാഹുവിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയാണ് ഇന്ന് ലോകമാകെ. ഈ മത്തുരായിലുള്ള ആളുകൾ ഇന്ന് ആർക്കൊക്കെ 17 അവിടെയെല്ലാം ജനങ്ങൾ അങ്ങനെ പണ്ടേ മുതൽ ഇന്ന് വരെ അതൊക്കെ അനുസ്മരിച്ചു പോരുക. മനസ്സിലാവുണ്ട് പറഞ്ഞത്. ഇന്നത്ര ഭക്ഷണവും സൗകര്യം ഒന്നും ഇല്ലാത്ത കാലങ്ങളിൽ ബദരീങ്ങൾ അനുസ്മരണം നടക്കും വീടുകളിൽ, പള്ളികളിൽ. എങ്ങനെയാ? വീടുകളിൽ നിന്ന് പത്തിരിച്ചു. ഓർമ്മ ഉണ്ടോ? മനസ്സിലായില്ലേ? അങ്ങനെ കാലം കഴിഞ്ഞിട്ട് വീട് അങ്ങനത്തെ എല്ലാം വീടുകളിൽ നിന്ന് പത്തിരി ചുട്ടുകൊണ്ട് പള്ളി കൊണ്ട് കൊടുക്കും. പള്ളിയിൽ ഇന്നത്തെ പോലെ ബിരിയാണി ഉണ്ടാക്കാനൊന്നും സൗകര്യങ്ങളില്ല. എന്നാൽ വീട്ടിൽ ചുട്ടെടുത്ത പത്തിരി പള്ളി കൊണ്ടുപോയിട്ട് പള്ളിയിൽ നിന്ന് ഇങ്ങോട്ടനുണ്ട്. മനസ്സിലായില്ല? വീട്ടിൽ ചുട്ടെടുത്ത പത്തിരി പള്ളി കൊണ്ടുപോകും. എന്നിട്ട് പള്ളിയിൽ നിന്ന് അവിടുത്തെ കാരണവന്മാരോ മറ്റോ ഓരിച്ചു കൊടുക്കും. അതുകൊണ്ട് ഇങ്ങോട്ട് വരും. ഇതെല്ലാവരും കഴിക്കും. ഇതൊരു ബർക്കത്താണ്. കാരണം അതിലൊരു ബർക്കത്തുണ്ട്, അതിൽ അനുസ്മരണുണ്ട്. ആരുടെ? അള്ളാഹുവിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത ഒരു സമൂഹത്തിൻ്റെ ഓർമ്മണ്ടയില്. അതാണ് നമ്മുടെ യശസ്, അതാണ് നമ്മുടെ ധൈര്യം, അതാണ് നമ്മുടെ ഔന്നത്യം, അതാണ് നമ്മുടെ അഭിമാനം. മനസ്സിലായില്ലേ?
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർക്കത്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്തട്ടെ. അവരുടെ ഹക്കുണ്ട് നമ്മൾ പറയും, അതിലൊരു തെറ്റില്ല, അവർ ഹക്കുള്ളവരാണ്. നമ്മുടെ ഹക്കുണ്ടെന്ന് പറയുന്നില്ല, നമുക്ക് ഹക്കുണ്ടെന്ന് അറിയില്ല. ബദരീങ്ങളെ ഹക്ക് വളരെ കൃത്യമാണ്, മനസ്സിലായില്ല. ഇന്റെ ഹക്കുണ്ട് റബ്ബെ ഇന്നെ രക്ഷപ്പെടുത്തുമെന്ന് പറയാനില്ല. എന്തുകൊണ്ട്? എനിക്ക് ഹക്കുണ്ടോന്ന് അറിയില്ല. അത് ഹക്കുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അള്ളാഹിനെ കോടതി പോകണം. ഇത് അള്ളാഹിനെ ഖുർആനിൽ ഇറക്കിയിട്ടുണ്ട്, ഇവർ ഹക്കുള്ള ജനതയാണ്. അപ്പൊ ബദരീങ്ങളെ ഹക്കുണ്ട് എന്ന് പറയുന്നത് ഇന്റെ ഹക്കിൽ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. ബദരീങ്ങളെ ഹക്ക് കൊണ്ടെന്ന് പറയാൻ കാര്യം അവർ ഹക്കിൽ ജീവിച്ച ജനതയാണ് എന്ന് ആര് പറഞ്ഞു? ഖുർആൻ പറഞ്ഞു. ഖുർആൻ പറഞ്ഞു ഇത് ഹക്കുള്ള ജനതയാണ്. ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. അല്ലാഹു പരീക്ഷിച്ച് വിജയിച്ച ജനതയാണ്, ഒരു വലിയ പ്രത്യേക ജനതയാണ്. അവർക്ക് വേണ്ടി എത്ര ആയത്തിറങ്ങി. നിസ്കാരത്തിന്റെ ആയത്തും ബദരീങ്ങളെ പറ്റി ആയത്തും നോക്കിയാൽ ഖുർആന്റെ ഏറ്റവും കൂടുതൽ ബദരീങ്ങൾക്കായിട്ട് എന്താ പറഞ്ഞേ? നിസ്കാരത്തിന്റെ ആയത്തുകളൊക്കെ അക്ഷരം എണ്ണ, ബദരീങ്ങൾ ആയത്തിന്റെ അക്ഷരം എണ്ണിയാൽ ഏറ്റവും കൂടുതൽ അക്ഷരം ബദരീങ്ങൾക്കാണ്. കാരണം നിസ്കാരത്തെ നിസ്കാരമാക്കിയത് ബദരീങ്ങളാണ്. പഠിച്ചാൽ മനസ്സിലാവും. വ്യംഗ്യമായും വ്യക്തമായും ബദരീങ്ങളെയും അവരുടെ ചരിത്രത്തെയും ബദർ എന്ന സംഭവത്തെയും, ഒരു സംഭവം അതെന്നബിയുടെ സംഭവം ഖുർആൻ 25 സ്ഥലത്താണ് പറഞ്ഞത്. ഇബ്രാഹിം നബിയുടെ ത്യാഗം 69 സ്ഥലത്താണ് പറഞ്ഞത്. മൂസാ നബിയുടെ ത്യാഗം 136 സ്ഥലത്താണ് പറഞ്ഞത് ഖുർആൻ പറഞ്ഞത്. അതേ സമയത്ത് കുറഞ്ഞ സ്ഥലത്താണ് നിസ്കാരം പറഞ്ഞത്, കുറഞ്ഞ സ്ഥലത്താണ് നോമ്പ് പറഞ്ഞത്. നോമ്പിനാകെ ഖുർആനിൽ നോമ്പിനാകെ 183, 184, 185, 183, 184, 185, 186 ഇല്ല, 187 4 നോമ്പിനെ പറ്റി. നോമ്പിനെ പറ്റി 4 അൽ ബഖറ 183, 184, 185, 186 ഇല്ല, 187. അത്ര ചിന്തിക്ക്. അതാ നോമ്പിന്റെ നിയമം, അതിൻ്റെ ഉള്ളിലുണ്ട്. മനസ്സിലാണ് പറഞ്ഞത്, ചിന്തിക്കണം. അതേ സമയത്ത് ബദരീങ്ങളെ കുറിച്ച് എത്ര ആയത്താണ്? 136 സ്ഥലത്താണ് മൂസാ നബിയുടെ ത്യാഗം, 69 സ്ഥലത്താണ് ഇബ്രാഹിം നബിയുടെ ത്യാഗം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്ലീസിനോട് പടപെട്ടിയത് പറഞ്ഞത് 25 സ്ഥലത്താണ്. 25 സ്ഥലത്ത് നിസ്കാരം പറഞ്ഞിട്ടില്ല. ലോകം കണ്ട ഏറ്റവും മാന്യനബി നിങ്ങൾ നോക്ക്. ലോകം കണ്ട ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം. പിഞ്ഞാന്ന് പറയുന്ന ആനല്ലേ നിങ്ങൾ ചെയ്യാം. പക്ഷെ ഞങ്ങൾ ചിന്തിക്കാൻ പറയാം. ലോകം കണ്ട ഏറ്റവും വലിയ മാനായ നബിയുടെ പേര് ഖുർആൻ പറഞ്ഞ 4 ഉണ്ട്. അതേ സമയത്ത് മൂസാ നബിയുടെ പേര് പറഞ്ഞ 110. എന്തുകൊണ്ട്? അത് ജീവിക്കുന്ന നബിയ, അത് പ്രസന്റ്. മറ്റേത് അനുസ്മരണ ശക്തി. മനസ്സിലായില്ല? 136 വട്ടമാണ് ആര്? 136 വട്ടമാണ് ആര്? സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. അങ്ങനെ 69 വട്ടം ഇബ്രാഹിം നബി വലിയ ആളാണ്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു ഒരു മുട്ടാളന്മാരുടെ ജനതയുടെ നടുവിൽ നൈരന്തര്യമായി പെടുന്നില്ല. ഒരു മുട്ടാളൻ ജനതയുടെ മുന്നിൽ ആയുസ് മുഴുവൻ പെട്ട ആളാണ് ആര്? സയ്യിദുനാ മൂസ. അതുകൊണ്ട് ഖുർആൻ ഏറ്റവും കൂടുതൽ പറഞ്ഞ ആളാണ് ആര്? സയ്യിദുനാ മൂസ. നമ്രൂദുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതേസമയം പിന്നെ ഹിജ്റ വന്നിട്ടുണ്ട്. ആര്? ഇബ്രാഹിം നബി ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു മുട്ടാളന്മാരായ ജനതയെ നേരെയാക്കിയെടുക്കുന്ന വിഷയത്തിൽ ഏറ്റവും അറിയപ്പെട്ട ആളാണ് സയ്യിദുനാ മൂസ. അതുകൊണ്ട് 136 വട്ടാണ് മൂസാ നബിയുടെ പേര് അനുസ്മരണ. മുഹമ്മദ് മുസ്തഫാന്റെ പേര് 4 വട്ട. എന്തുകൊണ്ട്? മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് അല്ല, പ്രസന്റ് ആണ്. എന്തുകൊണ്ട്? ഖദീജ ബീവിയുടെ പേര് 1 വട്ടം ഖുർആൻ പറഞ്ഞില്ല, പ്രസന്റ് ആണ്. മറിയം ബീവിയുടെ പേര് എത്ര വട്ടം പറഞ്ഞു? എന്നാൽ ഈ മറിയമിനേക്കാൾ മഹദിയാണ് ആര്? ഖദീജ. ബിത്തിഫാഖിൽ ഉമ്മ, ബിത്തിഫാഖിൽ ഉമ്മ, ബിത്തിഫാഖിൽ ഉമ്മ. ഉമ്മത്തിന് അഭിപ്രായം കിടന്നില്ല. മറിയം ബീവിയേക്കാൾ മഹദിയാണ് ആര്? ഖദീജ ബീവി. ഫാത്തിമ ബീവി
ഫാത്തിമ ബീവി ലോകം കണ്ട ഏറ്റവും വലിയ നേതാവിൻ്റെ കരളിൻ്റെ കഷ്ണല്ലേ. ഒരു പേരില്ല, ഒറ്റോടും പറഞ്ഞില്ല. എന്തുകൊണ്ട്? അവർ പ്രസന്റാണ്. മറ്റത് അനുസ്മരണമാണ്. ഒരു ജനതയുടെ ശക്തി എപ്പോഴും എന്താണ്? അനുസ്മരണ. തലോട് ചിന്തിക്കുക. ഫാത്തിമ ബീവിയുടെ ഒരു പേര് ഖുർആനിലില്ല. ഫാത്തിമ ബീവി മുഹമ്മദ് മുസ്തഫന്റെ പേര്, മകളാണ്. ഫാത്തിമേൻ്റെ കരണിൻ്റെ കഷ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മൻ അതാ ഫാത്തിമ ഫഖദ് അദാനി. ആരെങ്കിലും ഫാത്തിമയെ ബുദ്ധിമുട്ടിച്ചാൽ അവരെന്നെയാണ് ബുദ്ധിമുട്ടിച്ചതെന്ന് മുഹമ്മദ് മുസ്തഫ. അതേസമയത്ത് മറിയം ബീവി ഇമ്രാൻ്റെ മകളാണ്. ഇമ്രാൻ ചരിത്രത്തിൽ ആരുമല്ല, നബിയാണെന്നും അല്ലെന്നും അഭിപ്രായമുണ്ട്. ഇമ്രാൻ ചരിത്രത്തിൽ ആരുമല്ല. എന്നിട്ട് ഖുർആൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ആരെയാ? മറിയമിനെ. മറിയം അനുസ്മരണമാണ്. ഫാത്തിമ പ്രസന്റാണ്. അതുകൊണ്ട് അനുസ്മരണത്തിൻ്റെ വില ഒരു ഉമ്മത്തിൻ്റെ ശക്തിയാണ്. എപ്പോൾ അനുസ്മരണം, മുൻഗാമികളായ സ്വാലിഹീങ്ങളെ ത്യാഗങ്ങൾ എപ്പോൾ നാം മറന്നു, അപ്പോൾ നാം ഒരു വിഷൻ ജനതയാവും, ഒരു ഊർജ്ജം നമുക്കുണ്ടാവില്ല. ഏതിന് സിറാത്തുൽ മുസ്തഖീം, എനിക്കൊന്ന് നന്നായി തീരണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞുകൂടായിരുന്നു, നീ ഫത്ലുൽ ഖുർആൻ, നീ ഖുർആൻ ഓതിക്കോ. അൽ ബഖറയിൽ ഖുർആൻ അതല്ല പറഞ്ഞേ. ഖുർആൻ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അള്ളാഹു അനുഗ്രഹിച്ച ജനതയെ പഠിച്ച് അവരെ അനുധാവനം ചെയ്യും, നന്നാവാം. ഖുർആൻ കൊണ്ട് യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ചിലപ്പോൾ ആളുകൾ നന്നാവും, ചിലപ്പോൾ ആളുകൾ നാശവും. മുൻഗാമികളായ സ്വാലിഹ്യങ്ങൾ കൊണ്ട് ഖുർആൻ മനുഷ്യൻ നാശമാകും എന്നൊരു വാക്ക് ഖുർആനിലില്ല. ഖുർആൻ കൊണ്ട് നാശമാകും എന്നുണ്ട്. യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. എന്തുകൊണ്ട്? ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ അവനെ ഒരു തോന്നി മായനയും വെച്ച ഒരാൾ പോയാൽ നശിച്ചു. അതേസമയത്ത് ആ ഖുർആനിലെ വചനങ്ങൾക്ക് ഈ മഹത്തുക്കളുടെ ജീവിതത്തെ ആധാരവും സ്കെയിലുമാക്കിയാൽ വളരെ കൃത്യമായിരിക്കും. ഖുർആൻ നമ്മൾ 5 വക്ത് നിസ്കരിക്കുകയും ചെയ്തു. ലോകത്തെ രക്ഷിക്കട്ടെ. ചിന്തിക്കുക. അതേസമയത്ത് മുൻഗാമികളെ കൊണ്ട് നാശാവുന്ന ചരിത്രം ഖുർആനിലില്ല. സയ്യിദ് ഇബ്രാഹിം, സയ്യിദ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലി ഫിദ്ദുനിയ വൽ ആഖിറത വഫനി മുസ്ലിമൻ. പോരാ, വഅൽഹഖനി ബിസ്സാലിഹീൻ. എനിക്ക് മുമ്പ് കടന്നുപോയ സൽവർത്തല്ലേക്ക് എന്നെ ചേർത്ത് വെക്കണം. അപ്പോഴേ ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഒറ്റപ്പെട്ടാൽ മനുഷ്യ ഒറ്റപ്പെട്ടാൽ നരകത്തിൽ ഒറ്റപ്പെടും. ഞാൻ എനിക്ക് തോന്നിയതുപോലെ പോയാൽ നോക്കും. ഒരാൾ ഒറ്റപ്പെട്ടാൽ നരകത്തിൽ ഒറ്റപ്പെടും. അതുകൊണ്ട് തവഫനി മുസ്ലിമൻ മതിയാവൂല. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി. എങ്ങനെയുണ്ട്? അതുകൊണ്ട് അനുസ്മരണത്തിന് അതിൻ്റെതായ വിലയുണ്ട്. വലിയ വിലയാണത്. അല്ലാഹു തആല അമാന്മാരായ ബദരീങ്ങളോട് കൂടെ ലിവാഉൽ ഹംദ് എന്ന പുണ്യ റസൂലിൻ്റെ കുടിക്ക് ചുവട്ടിൽ അള്ളാഹു നമ്മളെ നിർത്തി തരട്ടെ. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർത്തി തരട്ടെ. എന്നിട്ട് എന്ന് പറയുന്നതിൽ അവസാനിപ്പിക്കണം. അതൊക്കെ പഠിക്കണം, മനസ്സിലാക്കണം. പിന്നെ മനസ്സിലാവുകയേ ചെയ്യരുത് എന്ന് വാശി ആർക്കുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തവർക്കൊക്കെ മനസ്സിലാവും. ഇതൊരു തർക്കത്തിൻ്റെ വിഷയമല്ല. ഇതൊക്കെ ഒരു മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും നിറവിൻ്റെ വിഷയമാണ്. ആത്മാവ് നിറയണം, ചിന്തിക്കണം. അതിൽ പിന്നെ ലോജിക്കില്ല. ഇന്നെന്ത് ലോജിക്കുള്ളത്? ഒരാൾക്ക് മാതാപിതാക്കളോടുള്ള ബാധ്യത മരിക്കുന്നത് വരെയാണ്. ഒരാൾക്ക് മാതാപിതാക്കളോടുള്ള ബാധ്യത മരിക്കുന്നത് വരെയാണ്. മരിക്കുന്നത് വരെ ശുശ്രൂഷിക്കണം. അവർ മരിക്കുന്നത് വരെ ശുശ്രൂഷിക്കണം. അവർ മരിച്ചാൽ നീ മരിക്കുന്നത് വരെയും ബാധ്യത. റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. അതൊരു നന്ദിയാണ്, അതൊരു അനുസ്മരണ. നീ റബ്ബി റഹ്മഹുമാ അതൊരനുസ്മരണ. അവരില്ലെങ്കിൽ ഞാനില്ല. അത് ഫിസിക്കലായ നീയാണ്, മറ്റ് സ്പിരിച്വലായ നീയാണ്. ഫിസിക്കലൊക്കെ തകർന്നാലും തകരാത്തതാണ്, നശിക്കാത്തതാണ് എന്ത്? സ്പിരിച്വലായ നീ. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ഫിസിക്കലായ നിന്റെ കാരണക്കാരെ തന്നെ നീ ഇങ്ങനെ അനുസ്മരിക്കണമെങ്കിൽ, ഫിസിക്കലായ നിന്റെ കാരണക്കാരെ തന്നെ നീ ഇങ്ങനെ അനുസ്മരിക്കണമെങ്കിൽ, സ്പിരിച്വലായ നിന്റെ കാരണക്കാരാരാ? നബിയും ബദരീങ്ങളും. അവരെത്ര അനുസ്മരിക്കണം? റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. പിന്നെ എല്ലാം ഖുർആനിൽ പറയൂല. പിന്നെ അവൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണം.
മൈത്രനോട് അത്ര ഇഷ്ടമില്ല. അപ്പോൾ മൈത്രൻ പറഞ്ഞു, എന്നോട് മാഷ് ഇഷ്ടമില്ല. അപ്പോൾ മാഷ് പറഞ്ഞു, ചൈത്രൻ ചില പ്രത്യേകതകളുണ്ട്, ഇനി വേണമെങ്കിൽ നിങ്ങൾ രണ്ടാളും ഞാൻ പരീക്ഷിക്കാം. 2 നാണയത്തുട്ടുകൾ എടുത്തിട്ട് ഒരു നാണയത്തുട്ട് ചൈത്രൻ്റെ കയ്യിൽ കൊടുത്തു, ഒരു നാണയത്തുട്ട് മൈത്രൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു 2 മുറി കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വൈകുന്നേരം വന്ന് നോക്കുമ്പോഴത്തേന് നിങ്ങൾ ആ മുറി നിറക്കണം. എന്നാൽ ആരാണോ കൂടുതൽ മുറി നിറച്ചത് അവർക്ക് ഞാൻ സമ്മാനം കൊടുക്കും. അങ്ങനെ ഈ നാണയത്തൊട്ടും കൊണ്ട് ചൈത്രനും മൈത്രനും ഇറങ്ങി. ചൈത്രൻ ഇറങ്ങി എന്താ ചെയ്യാൻ? ചൈത്രൻ ഒരു സാമ്പാറാണ് ഇത്തിരി വാങ്ങി. പിന്നെ എന്ത് ചെയ്തു? മാഷ ഒരു ഫോട്ടോ വാങ്ങി. പിന്നെ ഒരു നാണയത്തൊട്ടിന് അല്പം കൊണ്ട് മുല്ലപ്പൂ വാങ്ങി. എന്നിട്ട് മുറിയിൽ വന്നു. മുറിയിൽ ആണി അടിച്ചിട്ട് ആ ഫ്രെയിം തൂക്കി അവിടെ മുല്ലപ്പൂ ചൂടി. എന്നിട്ട് സാമ്പ്രാണിത്തിരി അവിടെ കത്തിച്ചു, മുറി അടച്ചു. മൈത്രൻ ഇറങ്ങിപ്പോയിട്ട് ഈ നാണയത്തോട്ടുകൊണ്ട് എങ്ങനെ മുറി നിറക്കാമെന്ന് വിചാരിച്ച് നിറക്കുക. അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ മൈത്രൻ ചോദിച്ചു, ആ മുനിസിപ്പാലിറ്റി വണ്ടി എൻ്റെ മുറി കാണിച്ചാൽ അവർ കൊണ്ടുവന്നിട്ടാൽ പൈസ തരാൻ. അവർ പറഞ്ഞു, ഇതിന് ഒരു പൈസ തരണ്ട, ഞങ്ങളുടെ എവിടെ ഇടാന്ന് വിചാരിച്ച് ബേജാറായി നടക്കുക. അങ്ങനെ മൈത്രൻ എന്ത് ചെയ്തു? മനസ്സിലായില്ല. എന്ത് ചെയ്തു? മുറി കാണിച്ചു കൊടുത്തു. നാണയത്തൊട്ട് ബാക്കി കിട്ടി, അതുകൊണ്ട് ചാടിച്ചു. മുനിസിപ്പാലിറ്റി വണ്ടി കൊണ്ടുവന്ന വേസ്റ്റ് കൊണ്ട് മുറി അങ്ങോട്ട് നിറച്ചു. വൈകുന്നേരം മാഷ് വന്നു. മുനിസിപ്പാലിറ്റി വണ്ടി കൊണ്ട് മുറി നിറച്ചോൻ്റെ മുറിയുടെ മുന്നിൽ വന്നിട്ട് മൂക്ക് പൊത്തിയിട്ട് മാഷ് ഓടി. മനസ്സിലായോ? അവന് പൈസ വാക്കിയിട്ട്, മറ്റോനോ പൈസ ഒന്നുമില്ല, ഒക്കെ തീർന്നു. പക്ഷേ മുറി തുറന്നപ്പോൾ വല്ലാത്തൊരു ആസ്വാദനം. ആ മുറിയിൽ സാമ്പ്രാണിത്തിരിയുടെ സുഗന്ധം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. മാഷ അവിടെ കുറേ നേരം വിശ്രമിച്ചു. മനസ്സിലായോ? ഒരാൾ എഴുതിയത് വായിച്ചു, ഒരാൾ എഴുതാത്തത് വായിച്ചു. മനസ്സിലായോ? മനുഷ്യർ എഴുതിയത് മാത്രം വായിച്ചാൽ പോരാ, എഴുതാത്ത വായിക്കണം. നമ്മളെ ആത്മാവിനെ നമ്മളോട് പറയും ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് അവസാനിപ്പിക്കാം. അല്ലാഹു തആല അവന് പൊരുത്തപ്പെട്ടവരെ ഇതൊന്നും വഴക്കല്ല. മനുഷ്യൻ്റെ ഹൃദയം, മനസ്സിൻ്റെ വാതിൽ തുറന്നു വെച്ച് ഓരോരുത്തരും സത്യത്തെ ഉൾപ്പെടുന്നാൽ എല്ലാം മനുഷ്യൻ മനസ്സിലാവും. പിന്നെ അമിതമായി ചെയ്യുന്ന മനുഷ്യരുണ്ടാവും. അത് ഏത് കാര്യത്തിലുണ്ട്, എന്തിലുണ്ട്. എപ്പോഴും ഖുർആൻ പറഞ്ഞത് കൂടാനും പാടില്ല. പറ, ഖൈറുൽ ഉമൂരി ഔസതുഹ, ഏത് കാര്യത്തിൻ്റെയും ഏറ്റവും ഖൈറായ ഭാഗം അതിൻ്റെ മധ്യഭാഗമാണ്. മനസ്സിലായോ പറഞ്ഞത്? ഒരാൾക്ക് ബദരീങ്ങളോട് ഇഷ്ടം കൂടി അള്ളാഹുവിനെ അവൻ ആലോചിച്ചതേ ഇല്ല. അതിന് ദീന് എന്നല്ല പറയാം, അതിന് ജഹ്ല് എന്ന് പറയാം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മനസ്സിലായോ പറഞ്ഞത്? ബദരീങ്ങളോട് അവൻ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അവർ അള്ളാഹുവിന് വേണ്ടി, അത്രയേ ഉള്ളൂ. ഒന്നും പഠിച്ചവനല്ല. അവർക്കൊന്നും ഒരു പുൽക്കൊടി പടക്കാനോട്ട് കഴിയൂല. അത് അവർക്ക് മാത്രമേ കഴിയൂ. അള്ളാഹു തആല അത് ആ കാലത്ത് അവരാണ് സേവനം ചെയ്തതെങ്കിൽ ഇക്കാലത്ത് സേവനം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. 313 രൂപ എല്ലാവരും ദാറുൽ ഖുർആനിൻ്റെ ഫണ്ടിലേക്ക് ദാനം ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഗൂഗിൾ പേ എന്തോ ചില മിസ്റ്റേക്കുകളുണ്ട് എന്ന് പറഞ്ഞ് ചില ആളുകൾ വിളിച്ചു. അത് തന്നെ അവർക്ക് ഫോൺ പേ ആയിട്ട് അതേ നമ്പറിൽ തന്നെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യാം. ഇനി അതിന് അവർക്ക് പോകുന്നില്ലെങ്കിൽ അവിടെ എന്താ, ഓ രാവിലേക്ക് പരിഹരിക്കും ആ പ്രശ്നം. രാവിലേക്ക് ബാങ്ക് തുറന്നാൽ ആ പ്രശ്നം പരിഹരിക്കും. അതേ സമയത്ത് പിന്നെ മറ്റു മാർഗങ്ങളും ഫോൺ പേയിൽ അയക്കാം. പിന്നെ അതിൻ്റെ സ്കാൻ ചെയ്തയക്കാം. ആ സ്കാൻ അവിടെ തന്നെ സ്കാൻ ചെയ്യാൻ സൗകര്യത്തിലുണ്ട്. ആ സ്കാനർ സ്ക്രീനിലുണ്ട്. അത് ആ കൂട്ടത്തിൽ തന്നെ സ്കാൻ ചെയ്തയക്കാം. ഇനി നിങ്ങൾക്ക് ഫോൺ പേയിൽ അയക്കാം. ഇനി അതിനൊന്നും കഴിയാത്ത ആളുകൾക്കാണെങ്കിൽ നിങ്ങൾ നീയത്ത് ചെയ്തു വെക്കുക. നാളെ ബാങ്ക് തുറന്നാൽ ആ വിഷയം പരിഹരിക്കും. ഓഫീസ് സെക്രട്ടറിയുടെ നമ്പറും ആ കൂട്ടത്തിൽ അയച്ചിട്ടുണ്ട്, വേറെ നമ്പർ. അതിൽ ഗൂഗിൾ പേ ചെയ്യാവുന്നതാണ്. ഏതായാലും അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ ദാറുൽ ഖുർആൻ സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യും. ബാക്കി വിശദമായി നാളെ രാവിലെ അള്ളാഹു പ്രഭാഷണത്തിനും ദുആ ചെയ്യും. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين.